ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പാലക്കാടൻ സ്പെഷ്യൽ നൂൽപുട്ടും അല്ലെങ്കിൽ ഇടിയപ്പം, നൂലപ്പം എന്നൊക്കെ പറയാം, ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ലൊരു ഉരുളി വെച്ചു, അതിലേക്ക് ഒരു 4-5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ. അതിലേക്ക് 1/2 സ്പൂൺ കടുകിട്ടു, 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടു, 2 വലിയുള്ളി കട്ട് ചെയ്തത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 4-5 പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി, അതായത് ഒരു 10-15 എണ്ണം ഒന്ന് ചതച്ചതാണ് ചെറിയ ഉള്ളി, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളുള്ളി കൂടി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഞാൻ സാധാരണ ഇതിൽ കടുകും വെന്തയും ഒന്നും ഇടാറില്ല കേട്ടോ. ഇതിപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്, എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മയുടെ രീതിയിലുള്ള ഒരു കുക്കിംഗ് ആണ്, പക്ഷെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്കിവിടെ ചേച്ചിൻ്റെ മോൻ കൂടി ഉണ്ട്. അതിലേക്ക് കുറച്ച് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 സ്പൂൺ മുളക് പൊടിയും 2.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്, ചിക്കൻ മസാല 2.5 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ ചിക്കനുണ്ട്. എല്ലാവരും ഉണ്ട്, ചേച്ചിയും കുട്ടികളും ഞാനും, അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് ഒരു ചെറിയൊരു ഒത്തുകൂടൽ. അങ്ങനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇവിടെ ചിക്കനിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. ഉപ്പും കുറച്ച് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂറോളമായി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന ചിക്കനാണല്ലോ, അതുകൊണ്ട് വളരെ കുറച്ച് ഗ്രേവി കുറുക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വിറകടുപ്പിലാണ് ഇവിടെ കുക്ക് ചെയ്യണത് കേട്ടോ. വിറകടുപ്പിൽ എന്തായാലും നല്ല ഇഷ്ടമാണ് എനിക്ക് വിറകടുപ്പിൽ ചെയ്യാനായിട്ട്. ഇങ്ങനെ വലിയ ഉരുളിയൊക്കെ വെച്ച് നന്നായിട്ട് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. പഴയൊരു രീതിയിൽ വളരെ രുചികരമായിരിക്കും കേട്ടോ. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നതിനേക്കാളും ശരിക്കും വിറകടുപ്പിൽ വെക്കുന്ന കുക്കിംഗ് രീതിയൊക്കെ പണ്ട് കാലത്തുള്ളവരൊക്കെ അങ്ങനെയല്ലേ ചെയ്തിരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെക്കണേ ലാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഏകദേശം നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങൾ ഉടയാതിരിക്കാനായിട്ട് ഒരു മുറി ലെമൺ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 ലിറ്റർ, അധികം ഗ്രേവിയൊന്നും വേണ്ട, അതുകൊണ്ട് 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ചിക്കൻ വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ. കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടോ. ഇത് ചൂടാറുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടി ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ലാസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. മതിയായി, ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മതിയാക്കാം. ഇനി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ്, അമ്മയുടെ സ്പെഷ്യൽ നൂൽപുട്ട്, ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം എന്നൊക്കെ പറയുന്നത് അല്ലേ. പാലക്കാട്ടുകാർ പൊതുവെ ഇതിനെ നൂൽപുട്ട് എന്നാണ് പറയുക കേട്ടോ. അങ്ങനെ ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയും നൂൽപുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കറി കഴിച്ച് ഇവിടെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെ. ഫുൾ ടൈം മേമയ്ക്ക് ഈ പച്ചക്കറി തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നൊരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ കറിയിൽ പിടിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നാടൻ രീതിയിലുള്ള വളരെ കുറുകിയ ചിക്കൻ കറി കണ്ടോ. ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചപ്പാത്തിക്കോ
ഇതുപോലെ ഇടിയപ്പമാണെങ്കിലും പിന്നെ നമ്മുടെ നാടൻ ചോറിനാണെങ്കിലും നല്ല സെറ്റായിട്ട് വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും എൻ്റേതായ രീതിയിൽ ഞാൻ അത് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു.